ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മളെപ്പോഴും സന്തോഷവും പട്ടുനിത്യയൊന്നുമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളെ സ്ട്രോങ് ആക്കുകയാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ഭൗതിക മേഖലകളിലൊക്കെ പല പ്രതികൂലങ്ങൾ വരുമ്പോഴും നമ്മൾ വല്ലാതെ എന്താ പറയുക, ദുഃഖത്തിലും ഭാരത്തിലൊക്കെ കടന്നു പോകും. പക്ഷെ അതൊന്നും നമ്മൾ തളരുവാൻ വേണ്ടിയല്ല. ദൈവം അറിയാതെ, കർത്താവ് കാണാതെ, കർത്താവ് കേൾക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വന്നാലും കർത്താവ് എന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശു എന്നോട് കൂടെയുണ്ട്, യേശു എന്നോട് കൂടെയുണ്ട്. ഇത് മതി നമുക്ക്, മറ്റൊന്നും വേണ്ട. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും എടുത്തു മാറ്റും. രാത്രിയിൽ അതിനെ തുറന്നൊന്ന് ചോദിക്കണം, അനുഗ്രഹിക്കും. അക്സാ തന്റെ പിതാവായ കാലേബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നീ എന്നെ തെക്കേ ദേശത്തേക്ക് അയച്ചു, എനിക്ക് ഉറവുകൾ കൂടി തരുമോ? ഒരു മകൻ തന്റെ പിതാവായ കാലേബിനോട് ചോദിക്കുമ്പോൾ ആ പിതാവ് അവർക്ക് താഴ്വരകളിലും മലകളിലും ഉറവുകൾ തുറന്നു കൊടുക്കുവാനിടയാണ്. ഈ ലോകത്തിലൊരു മകൾ അപ്പനോട് ഉറവുകൾ ചോദിക്കുമ്പോൾ, അനുഗ്രഹം ചോദിക്കുമ്പോൾ താഴ്വരകളിലും മലകളിലും ആ അപ്പൻ അവൾക്ക് ഉറവുകൾ തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ആരാധനയുടെ നടുവിൽ കടന്നു വന്ന നിങ്ങൾ അപ്പനോട് ചോദിക്കാൻ തയ്യാറായിരിക്കും. ഉറവകൾ തുറന്നു തരണേ അപ്പ, എനിക്കൊരു അനുഗ്രഹം തരണമേ അപ്പ. അവർ നിശ്ചയമായി അനുഗ്രഹം തുറന്നു തരുവാനുണ്ട്. ഒരപ്പൻ മകൾ ഒരപ്പനോട് ചോദിച്ചതുപോലെ ഈ നഗരം തുറന്നു ചോദിക്കാൻ തയ്യാറാണ്. ഉറവകൾ തുറന്നു, ഉറവകളുടെ കടവറ തുറന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ സമർത്ഥയോടെ മടക്കി അയക്കുവാൻ ഒരു വലിയ ആലയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയും നിങ്ങളെ അനുഗ്രഹിച്ചാണ് മടക്കി വിടുന്നത്. നമുക്കറിയാം, യാക്കോബ് പറഞ്ഞൊരു വരെയല്ല, അവനും പ്രാർത്ഥിച്ചത് എവിടെ കിടന്നറിയാമോ? യാവോക്ക് തീരത്തിൽ നടന്നുകൊണ്ട് അവനും വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒറ്റപ്പെടലിന്റെ വേദനകളുടെയും ആരും സഹായിപ്പാനില്ലാത്ത പ്രതികൂലങ്ങളുടെയും നടുവിൽ കിടന്നുകൊണ്ട് ഒരു ചോദ്യം, അപ്പാ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒന്ന് അപ്പൻ മകൻ ബന്ധമാണ്, ഞാൻ നിങ്ങളും അപ്പൻ മകള് ബന്ധമാണെങ്കിൽ അകലം തുറന്നൊന്ന് ചോദിക്കേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. അവൻ അനുഗ്രഹിക്കാതെ മടക്കി വിടുന്ന അപ്പൻ അക്സ ചോദിച്ചതുപോലെ ചോദിക്കേ, അതിനെന്തുറന്ന് ചോദിക്കേ, അതിനെ പൂട്ടിയിടണ്ട കേട്ടോ. ഇന്നത്തെ അവസ്ഥകൾ കണ്ട് മടുത്ത് പുറകോട്ട് മാറി നിൽക്കണ്ട, മുന്നോട്ട് പോവാ. അതിനെ തുറന്ന് ചോദിക്കേ, അപ്പാ എനിക്ക് ഉറവുകൾ തോന്നി, ഉയരങ്ങളിലും ആഴങ്ങളിലും തുറന്നു കൊടുക്കാൻ എന്റെ അവരുടെ അപ്പൻ അവളോട് കരുണ തോന്നിയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. കുഴികൾക്ക് ഒതുക്കുവാൻ കഴിയാത്ത വിധത്തില്, അവൻ സാഹചര്യങ്ങൾക്ക് ഒതുക്കുവാൻ കഴിയാത്ത വിധത്തില് നിന്റെ ദാസന്റെ രാജ്യങ്ങളോടുള്ള കർത്താവേ ഒരു വലിയ സ്തോത്രം അവൻ പ്രോമിസ് ഉണ്ടല്ലോ. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേവലം ഒരു പാട്ടുകാരനായി ഒതുങ്ങിക്കൂടി കിടത്തുന്ന പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ച് കർത്താവേ ഞങ്ങളുടെ സ്തോത്രം, ഞങ്ങളുടെ വാക്കുകൾ വചനങ്ങൾ നിന്റെ ദാസന്റെ ഉള്ളിൽ നൽകി ദൈവം കരുത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായി ഇന്ന് രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസഭ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ നാമത്തിന്റെ ദാസൻ രാജ്യങ്ങൾ സന്ദർശിക്കട്ടെ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ഹല്ലേലൂയ, ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.